ഗുഡ് മോർണിംഗ്. അങ്ങനെ ഞങ്ങളുടെ ഡേ 2 ഓഫ് ജയ്പൂർ ഇന്ന് തുടങ്ങുവാണ്. സോ ആദ്യം നമ്മളിപ്പം അമർ ഫോർട്ടിലാണുള്ളത്. സോ അകത്ത് പോകുന്നതിന് മുമ്പ് വി ആർ ജസ്റ്റ് ഹാവിങ് എ ബ്രേക്ക്ഫാസ്റ്റ്. വി ആർ ജസ്റ്റ് സെറ്റിംഗ്. അമർ ഫോർട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ്. ദാറ്റ് ഇസ് അമർ ഫോർട്ട്. കാണാൻ പറ്റുമോ? ദാറ്റ് ഇസ് അമർ ഫോർട്ട്. അപ്പം ആക്ച്വലി അതിൻ്റെ മേളിൽ കയറാനായിട്ട് 3 വഴികളുണ്ട്. ഒരെണ്ണം ആനപ്പുറത്ത് പോവാം, രണ്ടാമത് ജീപ്പിൽ പോവാം, മൂന്നാമത് നടന്ന് പോവാം. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ പോകണം എന്ന്. ആനയിൽ പോയാൽ ആനയിൽ പോകാൻ പറ്റും, പക്ഷെ തിരിച്ച് വരുന്ന നടന്ന് വരണം. ജീപ്പിലാണെങ്കിൽ അവർ കൊണ്ടുവരും. സോ ഞങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ വെച്ച് ഓക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, അപ്പോൾ ഒരു മാഗി കഴിച്ചുകൊണ്ട് ഇങ്ങനെ ആലോചിക്കാമെന്ന്. സോ ഞങ്ങൾ ആലോചിച്ചിട്ട് കാണിച്ചു തരാം. അങ്ങനെ ഫൈനലി ഡിസൈഡ് ചെയ്തു. അങ്ങനെ ആനപ്പുറത്താണ് നമ്മൾ അമർ ഫോർട്ടിലോട്ട് പോകുന്നത്. കാലം ആനപ്പുറത്ത് പോയിട്ട്. भैया ये हाथी का कुछ नाम है? इसका नाम मोती है. मोती है? लड़की है क्या? हाँ, वो लड़की है. ये हाथी? हाँ, वो लड़की है. മോത്തി. ഞങ്ങളുടെ ആനയുടെ പേരാണ് മോത്തി. എങ്ങനെയുണ്ട് ആനപ്പുറത്ത് പോകുന്നത്? ഇങ്ങനെ കുലുങ്ങിയാണ് പോകുന്നത് ആനപ്പുറത്ത്. എല്ലാ സ്ഥലത്തും 200 രൂപയ്ക്ക് ഗൈഡ് തരാമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കാര്യം കഴിയുമ്പോൾ എത്ര ചാർജ് ചെയ്യുമെന്ന് അറിയത്തില്ല. സോ വി ആർ നോട്ട് ഗോയിങ് ഫോർ ഇറ്റ്. ഓൺലൈനിൽ വല്ല ഐ ഹേർഡ് ഓൺലൈൻ ഗൈഡൊക്കെ കിട്ടുമെന്ന്. വിൽ സി. നല്ല വ്യൂ, പക്ഷെ നല്ല വെയിലും ഉണ്ട്. मोती का कितना साल हो गया? हाँ 25 ഒരു ആനയ്ക്ക് 1500 രൂപയാണ്. അതിലിപ്പം എനിക്ക് തോന്നുന്നു 2 പേർക്ക് കയറാൻ പറ്റത്തുള്ളൂ. പിന്നെ കിഡ്സ് ഉണ്ടെങ്കിൽ കിഡ്സിനെ വേണമെങ്കിൽ കയ്യിലെടുക്കാം, അങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ ഐ തിങ്ക് ദാറ്റ്സ് ഇറ്റ്. 2 പേരുടെ സീറ്റാണ്. ഞാനിപ്പം പുള്ളീനോട് ചോദിച്ചു. പുള്ളി പറയുമായിരുന്നു പണ്ട് ഇറ്റ് മീൻസ് ആന മേളിലും ആളിനെ കൊണ്ടുപോകുമായിരുന്നു, താഴെയും കൊണ്ടുവരുമായിരുന്നു. പക്ഷേ പണ്ട് ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരുന്നപ്പം ആന സ്ലിപ്പായി കാലൊടിഞ്ഞു പോയി. അപ്പം കാരണം ഇത് നല്ല ഇതിൻ്റെ ഫ്ലോർ കണ്ടാൽ അറിയാം, ഇറ്റ്സ് കൈൻഡ് ഓഫ് വെരി നല്ല സ്മൂത്ത് റോക്സാണ്. സോ അതുകൊണ്ടാണ് അവർ ആനേനെ സ്റ്റോപ്പ് ചെയ്ത് താഴെ ആന ഒറ്റയ്ക്ക് ഇറങ്ങത്തുള്ളൂ. വിദ്യർ ആനപ്പാപ്പൻ നമ്മളെ കൊണ്ടുപോകത്തില്ല. ആനപ്പാപ്പൻ്റെ പേര് आपका नाम है भैया? हमारा नाम राजू है. राजू. व्हाट अ ट्विस्ट. मेरा पिता है. हाँ, पिता का नाम भी राजू है. हाँ, जयपुर भी आके राजू मिला. कितना लगेगा? ठीक है, एक फोटो. नहीं, सिर्फ एक फोटो. नहीं तो नहीं चाहिए, एक ही फोटो. गूगल पे है आपके पास?
हर जगह ആയില്ല. ആന ക്രോസിംഗ്, എലിഫന്റ് ക്രോസിംഗ്. ഇതാണോ എലിഫന്റ് ക്രോസിംഗ്? അവരൊക്കെ നോക്ക്, അതെന്തൊരു സാധനം നോക്ക്. അവിടെ നിന്നൊരു ഫോട്ടോ എടുക്കാം. ടണൽസ് ഒക്കെ ഓപ്പൺ ആണല്ലോ. ഈ പണ്ടത്തെ കാലത്ത് ലൈറ്റൊന്നും ഇല്ലാതെ ഇതിൻ്റെ ഇടയിൽ കൂടെ അവരെങ്ങനെ ഇറങ്ങിപ്പോകും? ഓ മൈ ഗോഡ്, they literally had it. ഓ പണ്ട് ഫാനൊക്കെ ഉപയോഗിച്ച് ചൂടല്ലേ. ആക്ച്വലി ഇതൊക്കെ എന്തിനാന്ന് പോലും മനസ്സിലാവുന്നില്ല. വെറുതെ ഒരു റൂമിൽ കുറേ സ്ഥലങ്ങൾ, വീണ്ടും നമ്മൾ കയറുന്നു. ഓ നോ, ആരോ we need to go back. എൻ്റെ അടിയിലെന്തുവാ ഇത്? ഫുൾ ഇരുട്ടാ. മലയാളമാടാ. ഫുൾ ഗ്രൂപ്പാ. അമർ ഫോർട്ട് കുറേ നടന്ന് കണ്ടു. ആൻഡ് ഇറ്റ്സ് സോ ഹ്യൂജ്. അതിൽ മൾട്ടിപ്പിൾ ഫ്ലോസ് ഒക്കെ ഉണ്ട്. ആൻഡ് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇതിന് മുന്നേ ഇത്രയും വലിയൊരു പാലസ് വിസിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമ്മുടെ കേരളത്തൊക്കെ മേ ബി ഉണ്ടാവാം, ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇത് ഒത്തിരി ലെവൽസാണ്. കയറി ഐ തിങ്ക് ഇപ്പോൾ നമ്മൾ 3rd ഫ്ലോർ എത്തിയെന്ന് തോന്നുന്നു. ഇതിൽ ദർ ഈസ് നത്തിങ് മച്ച്. ജസ്റ്റ് ഇങ്ങനെ മേ ബി ഭടന്മാരൊക്കെ ഫോർട്ട് കാക്കാനായിട്ട് മേളിൽ വന്ന് നിൽക്കത്തില്ലേ,
സോ അങ്ങനത്തെ സ്ഥലമാണെന്ന് തോന്നുന്നു. ആൻഡ് ആസ് യു ക്യാൻ സീ എൻ്റെ പുറകിലും ദർ ഇസ് എ ഫോർട്ട്. എൻ്റെ പുറകിലും ദർ ഇസ് എ ഫോർട്ട്. സോ ഇത് ജയ്ഗഡ് ഫോർട്ടാണ്. ഗ്രേറ്റ് വാൾ ഓഫ് ചൈന പോലെയുണ്ടല്ലേ. അത് മൊത്തം അതിൻ്റെ സെക്യൂരിറ്റി വാളാണ്. ലൈക്ക് ദ ഇവിടെ നിന്ന് ആ ഫോർട്ടിൽ നിന്ന് അവിടെ നിന്ന് കണക്ട്. ഹൗ ഹ്യൂജ് ദിസ് പ്ലേസ് ഇസ്. ആസ് ഐ ടോൾഡ് യു, ഞാനിപ്പോൾ 3rd ഫ്ലോറിലാണ്. അവരിറങ്ങി പോകുന്നതും വീണ്ടും താഴത്തോട്ടാണ് പോകുന്നത്. സോ ദിസ് ഈസ് ലൈക്ക് ദ 2nd ഫ്ലോർ, 1st ഫ്ലോർ, ഗ്രൗണ്ട് ഫ്ലോർ, അങ്ങനെ 3 ഫ്ലോർസ് ഉണ്ട്. എനിക്കറിയില്ല പണ്ടത്തെ ആൾക്കാരൊക്കെ എങ്ങനെ ഇവിടെ ഓരോ റൂമൊക്കെ ഓർത്ത് വെച്ചിട്ടുണ്ട്. പണ്ട് ജീവിച്ച സ്ഥലം കാണുമ്പോൾ ഹൗ ലക്ഷറിയസ് ലൈഫ് ദേ ഹാഡ്. ഇറ്റ്സ് റിയലി നൈസ്. പിന്നെ ഒരു കാര്യം, ഇത്രയും വലിയ ഫോർട്ടാണ്, പടികൾ കയറാനുണ്ട്, ഇറങ്ങാനുണ്ട്, 3 ഫ്ലോറുണ്ട്. ഒന്നും പേടിക്കണ്ട. നമുക്ക് ക്ഷീണം തോന്നുവാണെങ്കിൽ തൊട്ട് താഴെ ഫോർട്ടിൻ്റെ അകത്ത് തന്നെ കെഫെ കോഫി ഡേ ഉണ്ട്. അപ്പം അവിടെ പോവുക, ചായ കുടിക്കുക, റെസ്റ്റ് ചെയ്യുക, റിലാക്സ് ചെയ്യുക, ചായ കുടിച്ചിട്ട് വീണ്ടും എനർജറ്റിക് ആയിട്ട് ഫുൾ നടക്കുക. അപ്പോൾ ഓൾ സെറ്റ്.